മമ്മൂട്ടിക്ക് കുടൽ ക്യാൻസർ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് പേർക്ക് സാധാരണമായി വരുന്ന അസുഖമായിരുന്നാൽ പോലും മമ്മൂക്കയെ സ്നേഹിക്കുന്ന പലർക്കും വിഷമം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് കമന്റുകൾ മുഴുവൻ കണ്ടത്. എന്നാൽ ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന് പ്രോട്ടോൺ റേഡിയേഷൻ നടത്താൻ വേണ്ടി ചെന്നൈയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയായിരുന്നു അത്. മാത്രമല്ല പ്രാഥമിക ചികിത്സയൊക്കെ നടത്തി പ്രോട്ടോൺ തെറാപ്പിക്ക് ശരീരം റെഡിയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഈ ഒരു തെറാപ്പി തുടങ്ങിയത്. സാധാരണ കീമോതെറാപ്പി ക്യാൻസർ സെല്ലുകളെ കരിച്ചു കളയുന്ന പ്രക്രിയയാണ്. എന്നാൽ പ്രോട്ടോൺ തെറാപ്പി ഇതിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമാണ്. എന്നാൽ പ്രോട്ടോൺ തെറാപ്പി ക്യാൻസർ സെല്ലുകളെ കൃത്യമായി ലക്ഷ്യമിട്ടതിനു ശേഷം നശിപ്പിച്ചു കളയുന്നതാണ്. ഇതിന്റെ ചെലവുകൾ വളരെയധികം വലുതാണ്. സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. ഏകദേശം 50 മുതൽ 55 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോലും ചെലവ് വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തെറാപ്പിക്ക് ശേഷം ഇന്നലെ തന്നെ വീട്ടിലേക്ക് മടങ്ങിയെന്നും പറയുന്നുണ്ട്. മാത്രമല്ല ഏറെ വൈകിയാണ് താരം വീട്ടിലേക്ക് മടങ്ങിയത്. തെറാപ്പിക്ക് ശേഷം 2-3 മണിക്കൂർ ആശുപത്രിയിൽ ഇരുന്ന ശേഷം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് കണ്ടതിന് ശേഷമാണ് മമ്മൂട്ടിയെ വീട്ടിലേക്ക് അയച്ചത്. എന്നിരുന്നാലും താരത്തിന് ഇപ്പോൾ താൽക്കാലികമായി വിശ്രമം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളൊന്നും തൽക്കാലം പോകാൻ സാധ്യതയില്ല. മാത്രമല്ല 1-2 മാസത്തിനകം തന്നെ താരം പഴയ പോലെ ഷൂട്ടിംഗും മറ്റു കാര്യങ്ങളും ഒക്കെയായി തിരക്കുകളിലായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.